ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ഥാനാർത്ഥി ചർച്ചകളിലാണ് മുന്നണികൾ. PK ശ്രീമതിയിലൂടെ തിരിച്ചുപിടിച്ച കണ്ണൂരിൽ ഇക്കുറി CPM സ്ഥാനാർത്ഥിയായി P ജയരാജൻ മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പക്ഷം. അതേസമയം K സുധാകരൻ മത്സരിക്കാൻ തയ്യാറായാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മാറ്റമുണ്ടാകില്ല. K സുധാകരൻ പിന്മാറിയാൽ സതീശൻ പാച്ചേനി UDF സ്ഥാനാർത്ഥിയായിരിക്കും. BJP CK പത്മനാഭനെയാകും രംഗത്തിറക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഇത്തവണ പോരാട്ടം തീപാറും. CPMന്റെ സിറ്റിംഗ് സീറ്റാണ് കണ്ണൂർ. PK ശ്രീമതിയിലൂടെ ഇടതുപക്ഷം തിരിച്ചുപിടിച്ച സീറ്റ്. ഇത്തവണയും PK ശ്രീമതിയും K സുധാകരനും നേർക്കുനേർ വരുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ CPMൽ ശ്രീമതിയെ മാറ്റാൻ ചർച്ചകൾ സജീവമാണ്. കണ്ണൂരിൽ CPMകാരുടെ വികാരമായ ജില്ലാ സെക്രട്ടറി P ജയരാജനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യം. ജയരാജനെ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റുകയെന്ന അജണ്ടയും ഇതിനു പിന്നിലുണ്ട്. ശ്രീമതിയെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കും. K സുധാകരൻ മത്സരിക്കാൻ തയ്യാറായാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മാറ്റമുണ്ടാകില്ല. എന്നാൽ സുധാകരന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പേരുകളും കോൺഗ്രസ് സജീവമായി പരിഗണിക്കുന്നുണ്ട്. LDFും UDFും നേർക്കുനേർ മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിലെ നേട്ടം വോട്ടാക്കി മാറ്റാൻ BJPയും കളത്തിൽ സജീവമാണ്. CK പത്മനാഭനെയാകും കണ്ണൂർ BJP സ്ഥാനാർത്ഥി എന്നാണ് സൂചന. പരമാവധി വോട്ട് നേടുകയാണ് ലക്ഷ്യം. AKജിയെ വിജയിപ്പിച്ചു തുടങ്ങിയ കണ്ണൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ വാശിയേറിയ മത്സരത്തിൽ UDFിലെ K സുധാകരനെ 6566 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മണ്ഡലത്തിലെ ആദ്യ വനിതാ MPയുമായ PK ശ്രീമതി ജയിച്ചു കയറിയത്. ഇത്തവണ പോരാട്ടം കൂടുതൽ കടുക്കും. അതുകൊണ്ട് P ജയരാജൻ മത്സരിക്കട്ടെ എന്നാണ് CPMലെ വലിയൊരു വിഭാഗത്തിന്റെ നിലപാട്. നഷ്ടപ്പെടുത്തിയ സിറ്റിംഗ് സീറ്റ് തിരികെ പിടിക്കാൻ K സുധാകരൻ എത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. ഇതിനൊപ്പം സാമുദായിക പരിഗണനകൾ കണക്കിലെടുത്ത് AP അബ്ദുള്ളക്കുട്ടിയെ പരീക്ഷിക്കാനും സാധ്യത ഏറെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുത്തകയാക്കിയ കണ്ണൂരിലെ CPMലേക്ക് എത്തിച്ചത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. പിന്നീട് CPMുമായി തെറ്റി കോൺഗ്രസിലെത്തി MLA ആയി. എന്നാൽ കഴിഞ്ഞ തവണ തോൽവിയായിരുന്നു അബ്ദുള്ളക്കുട്ടിക്ക് സംഭവിച്ചത്. ഈ സാഹചര്യത്തിലാണ് അബ്ദുള്ളക്കുട്ടിയുടെ പേര് ചർച്ചയാകുന്നത്. ഇതിനൊപ്പം DCC അധ്യക്ഷൻ സതീശൻ പാച്ചേനിയുമുണ്ട്. തളിപ്പറമ്പിലെ സ്വന്തം വീട് DCC ഓഫീസിനായി വിറ്റ് കണ്ണൂരിൽ സ്ഥിരം താമസത്തിനെത്തുന്ന പ്രസിഡന്റ് സതീശൻ പാച്ചേനിക്ക് ജയസാധ്യത കൂടുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തിരഞ്ഞെടുപ്പ് കേസിൽ KM ഷാജിക്കെതിരെയുള്ള കോടതി വിധിയും പ്രചാരണ വിഷയമാക്കിയായിരിക്കും CPMന്റെ വോട്ട് പിടുത്തം. ഷുഹൈബ് കൊലപാതകം UDF വീണ്ടും ചർച്ചയ്ക്കെടുക്കുമ്പോൾ കണ്ണൂർ വിമാനത്താവള നേട്ടം സ്വന്തമാക്കാൻ ഇരുമുന്നണികളും ശ്രമിക്കും. പതിവ് കൊലപാതക രാഷ്ട്രീയത്തിന് പുറമെ ശബരിമല വിഷയത്തിൽ ഊന്നിയായിരിക്കും BJPയുടെ പ്രചാരണം. വോട്ട് ശതമാനം വർദ്ധിച്ചാലും കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കില്ല. എങ്കിലും CK പത്മനാഭനിലൂടെ പരമാവധി വോട്ട് നേടാനാണ് BJPയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.